ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെതിരെ ശക്തമായ ഒളിയമ്പ് എഴുതിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡി. നിങ്ങൾ അധികാരത്തിൽ എത്ര ദിവസം കടിച്ചു തൂങ്ങുമെന്ന് നമുക്ക് കാണാമെന്ന വെല്ലുവിളി കൂടി നടത്തിയിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള എംപിമാരും MLA-മാരും വളരെ വൈകാതെ തന്നെ പാർട്ടി വിടും. BJP-യുമായിട്ടുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് കൃത്യമായി പാർട്ടിയിലുള്ളവർ തന്നെ മറുപടി തരും. അതിനധികം കാലതാമസമൊന്നും വേണ്ട. നിങ്ങൾ ഒരു കൊല്ലം തികച്ച മുഖ്യമന്ത്രിയായി അവിടെ ഇരിക്കില്ല എന്നുള്ളതിന് ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി എന്നാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത്. നായിഡുവിൻ്റെ ഒരു ദുസ്വപ്നം തന്നെയാണ് എന്നും ജഗൻമോഹൻ റെഡ്ഡി. നായിഡുവിനെ ജയിലഴിക്കുള്ളിലേക്കാക്കിയത് ജഗൻമോഹൻ റെഡ്ഡിയുടെ നിരവധിയായ കളികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നായിഡുവിന് അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത്രയും സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും BJP-യെ താങ്ങി നിർത്തുന്നതിൽ സുപ്രധാനി എന്ന ഖ്യാതി നേടിയിട്ടും ജഗനെ നല്ല പോലെ ഭയത്തോടെയാണ് കാണുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ നായിഡു പറഞ്ഞത് ശ്രദ്ധേയമാണ്. ജഗൻ്റെ നീക്കങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല, അദ്ദേഹത്തിന് യാതൊരു മൊറാലിറ്റിയും ഇല്ല എന്നാണ് നായിഡു പറഞ്ഞത്. പകയുടെ കാര്യത്തിൽ ജഗൻമോഹൻ ഒറ്റയാൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആരും തൻ്റെ പക്ഷത്തില്ലെങ്കിലും തൻ്റെ ലക്ഷ്യബോധം ഒരിക്കലും ജഗനിൽ നിന്ന് വിട്ടുപിരിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നായിഡു കളിക്കുന്ന ഈ വൃത്തികെട്ട കളിക്ക് ജഗൻ മറുപടി തന്നെ കൊടുക്കും. നായിഡു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഗൻമോഹൻ്റെ രാജ്യസഭാ MPമാരെ അവരെ രാജിവെപ്പിച്ച് TDP ടിക്കറ്റിൽ തന്നെ മത്സരിപ്പിച്ച് രാജ്യസഭയിൽ TDPയുടെ അംഗബലം കൂട്ടുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇത് BJP-യുടെ പ്ലാനാണ്. അതായത് NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നതിന് കൂടുതലായി TDP MPമാരെ സംഭാവന ചെയ്യാൻ വേണ്ടിയുള്ള പണമിറക്കൽ ഉൾപ്പെടെയുള്ളത് നടത്തുന്നത് BJP തന്നെയാണെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ആന്ധ്രയിലേക്ക് ബജറ്റ് വിഹിതം കൂടുതലായി അനുവദിച്ചുകൊണ്ടുള്ള നിർമ്മലാ സീതാരാമൻ്റെ പ്രഖ്യാപനം എന്തുകൊണ്ടെന്നാൽ അത് നായിഡുവിനെ തൃപ്തിപ്പെടുത്താൻ തന്നെയായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതിനേക്കാളൊക്കെ ഉപരിയാണിപ്പോൾ രാഷ്ട്രീയ നീക്കങ്ങൾ. എന്നാൽ ജഗൻമോഹൻ കൃത്യമായും രേവന്തുമായി ഇപ്പോൾ സഖ്യത്തിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസുമായി സഖ്യം ചേരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ജഗൻ നിരവധിയായ വേദികളിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി ഒന്നും നോക്കാനില്ല. തൻ്റെ ആജന്മ ശത്രുവിനെ തകർക്കാൻ ഏതറ്റം വരെ പോകാനും ജഗൻമോഹൻ തയ്യാറാണ്. നിലവിൽ തകർന്ന് തരിപ്പണമായ പാർട്ടിയെ സടകുടഞ്ഞെഴുന്നേൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്ന് ജഗൻ കരുതും എന്നാണ് നായിഡു വിചാരിക്കുന്നതെങ്കിൽ അത് ശുദ്ധ വെട്ടിത്തരമാണ്. എന്തിനും ഏതിനും രേവന്തിൻ്റെ കോൺഗ്രസ് ഉണ്ട്. രണ്ടും രണ്ട് സംസ്ഥാനമാണ് എന്നുള്ളത് അങ്ങ് മറന്നേക്കൂ. ജഗൻ്റെ നീക്കങ്ങൾ നായിഡുവിനെ ഇപ്പോഴും ഭയചകിതനാക്കുന്നുണ്ട്. നായിഡു കളിച്ച വൃത്തികെട്ട കളിക്ക് പണി കൊടുക്കാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് ജഗൻ്റെ തീരുമാനം. നായിഡുവിൻ്റെ MLA-മാർ എപ്പോഴും കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് തെലങ്കാന മുഖ്യമന്ത്രി എന്നും ജഗൻ പറഞ്ഞു.